Hi students. So, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്, പുതിയൊരു യൂണിറ്റാണ്. ബിൽഡ്സ് ഓഫ് എസ്റ്റേറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ബിൽഡ്സ് ഓഫ് എസ്റ്റേറ്റ്. നമ്മൾ ഈ ഒരു വേർഡ് 2-3 തവണ തന്നെ നമ്മൾ പുതിയ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ബിൽഡ്സ് ഓഫ് എസ്റ്റേറ്റ്സ്? ഇതും സെയിം ആസ് CMA സെഗ്മെൻറ്റിൽ വരുന്നതാണ്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി മാത്രം ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാം, സോ നമുക്കിവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിഫൈൻ ദ ടേം ബിൽ ഓഫ് എസ്റ്റേറ്റ്സ്. ബിൽ ഓഫ് എസ്റ്റേറ്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രോമിസറി നോട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബിൽ ഓഫ് എസ്റ്റേറ്റ്സ് ആൻഡ് പ്രോമിസറി. എന്താണ് ബിൽ ഓഫ് എസ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ എന്താണ് പ്രോമിസറി നോട്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തത്. ഡിഫൈൻ ദ ടേംസ് സച്ച് ആസ് ഡ്രോയർ, ഡ്രോയിങ്, ഡേയ്സ് ഓഫ് ഗ്രേസ്, അതുപോലെ തന്നെ നോട്ടിംഗ് ചാർജ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എല്ലാം എടുത്തൊരു നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ മേക്ക് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ, ഡ്രോയിങ് റെസ്പെക്ട് ടു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡ്രോയറിങ്, ഡ്രോയിഡൊക്കെ ബുക്സിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് എൻട്രി എഴുതുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഡിസോണർ ഓഫ് ബില്ല്, ഒരു ബില്ല് ഡിസോണർ ആയിക്കാനുള്ള പ്രൊസീജിയർ. റിന്യൂവൽ ഓഫ് ബില്ല്, ഒരു ബില്ല് റിന്യൂ ചെയ്തിട്ടുള്ളത്. ഇൻസോൾവൻസി ഓഫ് അക്സെപ്റ്റർ, ഒരു ഇൻസോൾവൻസി. ഓക്കെ, അക്സെപ്റ്റർ ഇൻസോൾവെന്റ് ആയാൽ എന്ത് ചെയ്യും. അതുപോലെ തന്നെ റിട്ടയറിംഗ് ഓഫ് ബിൽ അണ്ടർ റിബേറ്റ്, അതൊരു ടോപ്പിക്കാണ്. ഡിസ്കൗണ്ടിങ് ദ ബിൽ ഫ്രം ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഡിസോണർ ഓഫ് ബിൽ, വേരിയസ് കണ്ടീഷൻ. ഇത് നിങ്ങൾ എന്താ പറയുക, കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഇൻ ബിസിനസ് നടക്കുന്ന ഒരു കോർ സബ്ജക്ട്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ബില്ല്, ഇതുമായിട്ട് തുടങ്ങിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. നമുക്കറിയാലോ അത് എക്സാമിനുള്ള. പക്ഷെ നമ്മളൊരു പ്രാക്ടിക്കൽ സെഷനിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഇതിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജസ്റ്റ് കിട്ടിയാൽ മതി. ഇത് ഭാവിയിൽ ബികോം അല്ലെങ്കിൽ തുടങ്ങിയുള്ള എന്തെങ്കിലും ഡിഗ്രീസ് ഒക്കെ എടുക്കാം. ഇത് മനസ്സിലാക്കാൻ ഒരു വഴി. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് വരാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബിൽസ് ഓഫ് എസ്റ്റേറ്റ്സ്. എന്താണ് അതിൻ്റെ മീനിങ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. അതൊരു ആക്ടാണ്, ഒരു നിയമമാണ്. എ ബിൽ ഓഫ് എസ്റ്റേറ്റ്സ് ഈസ് നോൺ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് containing an unconditional order signed by maker directing a certain person to pay a certain sum of money only to or to the order or a certain person to bear a instrument. എന്താണ് ബിയറർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്? എന്താ ബിയറർ ഇൻസ്ട്രുമെന്റ്? സെക്ഷൻ 5 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ജസ്റ്റ് കേട്ടിട്ടുണ്ടാവുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലാണ് ഇത് പറയുന്നത്. എന്താ പറയുന്നത്? ആൻ ഇൻസ്ട്രുമെന്റ് റൈറ്റിംഗ്, നമ്മൾ എഴുതുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമൊക്കെ. അതായത് ഇവിടെ നമ്മളൊരു ഒരു കോൺട്രാക്ട്, ഒരു നിയമമാണ്. കണ്ടെയ്നിങ്, അതിലെന്താ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്? ആ എഴുത്തിൽ എന്താ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്? ആൻ അൺകണ്ടീഷണൽ, ഒരു കണ്ടീഷനും ഇല്ലാതെ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ, അത് ഉണ്ടാക്കിയ ആള് ഒരു ഓർഡർ പറയുന്നത്. എന്താ പറയുന്നത്? ഡയറക്റ്റിംഗ് എ സർട്ടൈൻ പേഴ്സൺ, ഒരു പേഴ്സൺ കൊണ്ട് ടു പേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത്, ടു സർട്ടൈൻ സം ഓഫ് മണി, കുറച്ച് പൈസ, ടു ഓർ ഓർഡർ ടു ഓഫ്, അല്ലെങ്കിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ആർക്കാണോ കൊടുക്കേണ്ടത് അയാൾക്ക്, ഓഫ് എ സർട്ടൈൻ പേഴ്സൺ, ഒരു സർട്ടൈൻ പേഴ്സൺ, ഓർ ടു ദ ബിയറർ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അതായത് ഇവിടെ ഒരാൾ മറ്റൊരാൾക്ക് ഇത്ര രൂപ കൊടുക്കണം എന്നിട്ട് ഇതിന് പറയുന്ന പേരാണ് ബിൽ ഓഫ് എസ്റ്റേറ്റ്സ്. വഴി നമുക്ക് എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നും അറിയുന്നത് എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെന്റ് ഡ്രോ ബൈ ദ ക്രെഡിറ്റർ അപ്പോൺ ദ ഡെബ്റ്റർ. ഇതിൽ ഡ്രോ ചെയ്യുന്ന ആരാ? ക്രെഡിറ്റർ ആണ്. ആർക്ക് വേണ്ടിയിട്ട്? ഡെബ്റ്ററിന് വേണ്ടിയിട്ട്, ആ ഡെബ്റ്ററുടെ പേരിൽ. ഓക്കെ,
ഇത് കണ്ടെയ്ൻ അൺകണ്ടീഷണൽ ഓർഡർ ഉണ്ടാവും, സ്പെസിഫിക് എമൗണ്ട് ഉണ്ടാവും, ഇത്ര എമൗണ്ട് കൊടുക്കാനുള്ളതെന്ന് പറയും. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, വിൽ മസ്റ്റ് ബി സൈൻഡ് ആൻഡ് അക്സെപ്റ്റഡ് മൈലുമായി. അതെന്താണ്? സൈൻ ചെയ്തിരിക്കണം, അക്സെപ്റ്റ് ചെയ്തിരിക്കണം. The bill specify the date which amount should be paid. എന്നാണ് കൊടുക്കേണ്ടതെന്നുള്ള പറയണം. ഇറ്റ് ക്യാൻ ബി പേബിൾ ടു ദ ബെയറർ. അത് ആരാണ് അത് എന്താ പറയാ ബെയർ ചെയ്തിരിക്കുന്നത്, ആരുടെ കയ്യിലാണോ അതുള്ള അയാൾക്ക് പേ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് എഴുതാം. ഫസ്റ്റ് പാർട്ടി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഫസ്റ്റ് വൺ, എന്തൊക്കെയാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പാർട്ടീസ് ചെയ്തത്? ഫസ്റ്റ് വൺ, ഡ്രോയർ. Drawer is a person who writes or makes the bill of exchange. Is generally the creditor who had sold on goods on credit. Drawer എന്ന് പറഞ്ഞ person who writes, അവരാണ് ആ bill of exchange മേക്ക് ചെയ്തിട്ടുണ്ടാവുക. He is generally the creditor. അയാളായിരിക്കും ഉണ്ടാവുന്ന ക്രെഡിറ്റ്. Who had sold the on credit. അയാൾക്കാരം എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഈ റൈറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അയാൾക്കായിരിക്കും എന്ത് ഉണ്ടാവുക, അത് ക്രെഡിറ്റിന് വെച്ചിട്ടുണ്ടാവുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കടാ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് സ്പെസിഫിക്. 45,000 രൂപ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ മുദ്രപേപ്പർ കേട്ടോ. 3 months ആഫ്റ്റർ ഡേറ്റ് പേ ആയിരിക്കാം ശ്രീ രാജ്കുമാർ ഓർ ഓർഡർ സം ഓഫ് ₹45,000 ഓൺലി വാല്യൂ റിസീവ്ഡ്. ഓക്കെ, ന്യൂഡൽഹി ഡേവിഡിന് രോഹിത് ഭാരത് ഡേവിഡിന്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ ഇതെന്ന് പറഞ്ഞാൽ, അപ്പൊ നോക്കിക്കോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് സ്പെസിഫിക് ഇതാണ്, അതായത് ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റിംഗ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്ക് ഇവിടെ വീണ്ടും വരാം. ഡ്രോയർ, ഒരു കഥ പറയാം. ഇപ്പോ രണ്ടാൾക്കാരുണ്ട്, എ ബി. എ എന്ന് പറയുന്നത് ബിസിനസ് ആണ്, എന്ന് പറയുന്ന ആരാണ്? ബിസിനസ്. ബി എന്ന് പറയുന്നത് ഇവരുടെ കസ്റ്റമറാണ്. അപ്പൊ എ എന്ത് ചെയ്തെന്ന് അറിയോ, കടത്തിന് സാധനങ്ങൾ വിറ്റ് ആയിരിക്കുന്നവര് ബിക്ക് സെയിൽ ചെയ്തു, അതായത് ഗുഡ്സ് കൊടുത്തു. എന്നിങ്ങനെ വിറ്റ്? ഓൺ ക്രെഡിറ്റ്, കടത്തിന് വാല്യൂ, ആ വിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1,00,000. 1,00,000ന്റെ എ ബിക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 1,00,000 ബി ആർക്ക് കൊടുക്കണം? എക്ക് കൊടുക്കണം. കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷേ ഇതുവരെയും കൊടുത്തിട്ടില്ല. അതിൽ എക്ക് കുറച്ച് അർജൻസിയാണ്, പൈസയുടെ ആവശ്യം. ഓക്കെ, സോ അപ്പോൾ എ പറഞ്ഞു ഞാനൊരു ബില്ല് എഴുതാം, ഓക്കെ, നീ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ബിനോട് പറഞ്ഞു. എന്നിട്ട് എ എന്ത് ചെയ്തു? മുദ്ര പേപ്പറൊക്കെ എടുത്തു, സ്റ്റാമ്പ് പേപ്പർ എടുത്തു, എന്നിട്ട് എഴുതി. എന്താ എഴുതുക? എന്നാ തരണ്ടേന്നൊക്കെ എഴുതും കേട്ടോ. അതായത് വിത്തിൻ 1 month, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ബി എന്ന് പറയുന്ന ആള് എത്ര 1,00,000 രൂപ തരും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഡേറ്റ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ ഈ കോൺട്രാക്ട് എഴുതിയിട്ട്, ഇങ്ങനെ എഴുതേണ്ടതെന്ന് നമുക്ക് പഠിക്കാനൊന്നുമില്ല, ഈ കോൺട്രാക്ട് ആർക്കായിരിക്കും? ബിക്കായിരിക്കും. ബി അത് വായിക്കും, അത് ഒരു ദിവസം കറക്റ്റാണ്, ജെന്യൂനാണ് മനസ്സിലാവും, സൈൻ ചെയ്യും. ബി ആരെങ്കിലും സൈൻ ചെയ്യും. എന്നിട്ട് ഇത് തിരിച്ച് ആർക്ക് തന്നെ ആയിരിക്കും? എക്കായിരിക്കും. അപ്പൊ ഇത് ഉണ്ടാക്കിയ ആളാരാ? ആ ഉണ്ടാക്കിയ ആളെ പറയുന്ന പേരാണ് ഡ്രോയർ. കണ്ടോ? അയാള് അല്ലോ പേഴ്സൺ ഹു റൈറ്റ്സ്, അവനാണ് അത് റൈറ്റ് ചെയ്തത്. മേക്ക് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേക്ക് ചെയ്തത്. ഈസ് ജനറലി ദ ക്രെഡിറ്റർ ഹു ഹാസ് സോൾഡ് ഗുഡ്സ്. അയാളാക്കരുത് ഉണ്ടാവുക ആ ഗുഡ്സ് സെല് ചെയ്തത്. ഇനി ഡ്രോയി പറഞ്ഞത് ആർക്ക് എഴുതി? ഇപ്പൊ നമ്മുടെ കേസിൽ ഡ്രോയർ ആരാ? എ ആണ് ഡ്രോയർ. ഡ്രോയി ആർക്കാണ് എഴുതിയത്? അയാളാണ് ഡ്രോയർ. ഓക്കെ, നോക്കിക്കോ. ഡ്രോയി എന്ന് പറഞ്ഞ എന്താ? ഡ്രോയി ഇസ് എ പേഴ്സൺ അപ്പോൾ ഹൂ ബിൽ ഈസ് ഡ്രോ, അയാൾക്കാണ് ആ ബില്ല് എഴുതിയത്. ഈസ് ജനറലി ദ ഡെപ്റ്റർ ടു ഹൂം ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ്. നമുക്ക് ഈ ഡ്രോയിക്കായിരിക്കും നമ്മൾ കടത്തിന് വിട്ടിട്ടുണ്ടാവും സാധനം. ഓക്കെ, ബിൽസ് ഈസ് ജനറലി സൈൻഡ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദ. സാധാരണ ആരെന്നെ അത് സൈൻ ചെയ്യാറ്, അക്സെപ്റ്റ് ചെയ്യാറ്? ഡ്രോയിന്. ഓക്കെ, അക്സെപ്റ്റ് എന്താണ്? ഈസ് എ പേഴ്സൺ ഹു അക്സെപ്റ്റ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യും. സാധാരണ അത് ആരുണ്ടാവാറ്? ഡ്രോയിന്. Generally, debtor or drawee is accepted, but sometimes visualization may be accepted by someone else on the behalf of the debtor. അല്ലെങ്കിൽ ഡ്രോയ്ക്ക് പകരമായിട്ട്, ഇപ്പൊ ഡ്രോയി ഒരു മൈനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയാ
ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അങ്ങനെ ആവാൻ പറയാം. ചിലപ്പോൾ ഡ്രോയിക്ക് ചിലപ്പോൾ സൈൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഡ്രോയി അല്ലാത്ത ഡ്രോയിക്ക് പകരമായിട്ട് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും എന്ത് ചെയ്യും, സൈൻ ചെയ്യും. ഓക്കെ, നോർമലി ഡ്രോയി acceptor or same party accepting drawing and right. Pay is the person named in the bill of exchange. The amount of bill is to be paid to pay. In the most cases, drawer and the pay will be same. ആർക്കാ പൈസ കൊടുക്കേണ്ടതാണ്? ഇപ്പൊ ഞാനിപ്പോ എഴുതുന്ന ആയിരിക്കാം, എക്ക് പൈസ തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബില്ല് എഴുതുന്നത്. ഒരു മാസത്തിനുള്ളിൽ ബില്ല് എനിക്ക് എക്ക് തരണം എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ വേറൊരാൾക്ക് സി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരാൾക്ക് എഴുതാം. മോസ്റ്റ് കേസസിൽ അത് തന്നെ ആയിരിക്കും. അതായത് ആരാണ് വിറ്റ് ആ കേസിൽ തന്നെ അങ്ങനെ വരാറില്ല. ചില കേസസിൽ എന്ത് വരും, ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും ബില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് ആ മുദ്ര പേപ്പറിനാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് പറയുന്നത്. മനസ്സിലായോ? ആ ബില്ലിന് വാല്യൂ ഉണ്ട്, അത് ബാങ്കിൽ കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും. കാരണം അതൊരു കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജസും പെനാൽറ്റിക്ക് വരും. ഓക്കെ, വെറുതെ ചുമ്മാ പറയുന്നത്. ഇതിനൊരു ലീഗൽ ഒബ്ലിഗേഷൻ, അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ പറയാൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പറയാം. നെഗോഷ്യബിൾ പൈസ പോലെ തന്നെ, പൈസ എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ലേ, ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ് ഉണ്ടാവും. ഇനി അടുത്തതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ promissory note. എന്താ promissory note? A promissory note is an instrument in writing. ഇത് റൈറ്റിംഗിൽ ഒരു ഇൻസ്ട്രുമെന്റ്, not being banked note or a currency note containing an unconditional undertaking signed by the taker to pay a certain number of fees only to order a certificate. ഇന്ന ആൾക്ക് ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നാണ് എഴുതുന്നതിന് പറയുന്നത്. ഇപ്പൊ എഴുതാണ്, എന്ന് പറഞ്ഞ ഒരാൾ നടത്തുന്ന സെയിം സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞ ആൾ എഴുതുന്നത്, ബി എന്ന് പറഞ്ഞ ആൾക്ക് എന്ന് പറയുന്ന ആൾ എഴുതുന്നത് സി എന്ന് പറഞ്ഞ ആൾക്ക് 1,00,000 രൂപ ഇന്ന മാസത്തിൽ കൊടുക്കണം എന്നിട്ട് എഴുതി. ഓക്കെ, അതാണ് പ്രോസസ്. ദിസ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് റൈറ്റിംഗ് വഴി സ്പെസിഫിക് പേഴ്സൺ. ഓക്കെ, വേറെ പ്രോമിസ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെ അടുത്താണ് എന്താ പറയാ പ്രോമിസറി നോട്ട് ഉള്ളത് അയാൾക്ക് കൊടുക്കണം എന്ന് പറയാം. ഫീച്ചേഴ്സ് ഓഫ് പ്രോമിസറി നോട്ട് എന്താ? ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ റിട്ടേൺ അണ്ടർടേക്കിംഗ് ടു സ്പെസിഫിക് എമൗണ്ട്. അൺകണ്ടീഷൻ, കണ്ടീഷൻസ് ഒന്നും പറ്റില്ല കേട്ടോ, അവിടെ കണ്ടീഷൻസ് പറ്റില്ല. അതുപോലെ തന്നെ എന്തായിരിക്കണം, സ്പെസിഫൈഡ് എമൗണ്ട് ആയിരിക്കും, ഏകദേശം ഒരു കണക്കൊന്നുമല്ല, കറക്റ്റ് ആയിരിക്കും. ദിസ് ഡ്രോൺ ആൻഡ് സൈൻ ബൈ ദ മേക്കർ. അതെന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. ആരാണത് ഉണ്ടാക്കിയത് അയാൾ സൈൻ ചെയ്യണം. ഈ സ്പെസിഫൈ ദ നെയിം ഓഫ് പേ, പേയുടെ പേര്, ആർക്കാണ് പൈസ കൊടുക്കേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യണം. സ്പെസിഫിക് എമൗണ്ട് ഓഫ് പേബിൾ ഓൺ ദ ഓർഡർ ടു ദ പേരന്റ്. പ്രോപ്പർ സ്റ്റാമ്പ് ആൻഡ് ഡ്യൂട്ടി പ്രൊമിസറി, പ്രോപ്പർ സ്റ്റാമ്പും വാല്യൂസ് ഉള്ളതൊക്കെ വെച്ച് വേണം. ഇസ് നോട്ട് എ പേബിൾ ടു ബെയർ. അതെന്താണ്, അവിടെ നമ്മൾ പ്രോമിസറി നോട്ടിൽ ബെയർക്ക് പേ ചെയ്യും. ആർക്കാണ് പേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കോൺട്രാക്റ്റിൽ പറയാം. അങ്ങോട്ട് നോക്കാം. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരാ പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്നതാണ്. ദ പേഴ്സൺ ഹു ഫേവർ ദ പ്രോമിസറി നോട്ട് ഈസ് ഡ്രോ. ആർക്കാണ് ഈ പ്രോമിസറി നോട്ട്, ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്, അയാളാണ് ഡ്രോയി എന്ന് പറയുന്നത്. പേ എന്ന് പറയുന്നത് എന്താണ്, ആർക്കാണ് പേയും കൊടുക്കേണ്ടത്, ഈ ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടായി കൊടുക്കും. സ്പെസിഫിക് ആണ് പറയുന്നത്. ന്യൂഡൽഹി എന്ന് പറയുന്ന സ്റ്റാമ്പ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. The 3 months after the date the promissory to pay, promise to pay Mr. Rajesh Enterprise or order of sum of rupees 25,000 only with interest and 10% പറഞ്ഞു. ഇൻട്രസ്റ്റ് അടക്കം എത്ര രൂപ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓർഡർ കൊടുക്കണം. ഓക്കെ, what is the difference between promissory note? This can order to pay, promissory to promise to pay. ഒന്ന് പ്രോമിസ് ടു പേ ആണ് ഓർഡർ. ശരിക്കും അക്സെപ്റ്റൻസ് ഡ്രോയർ, ഡെപ്റ്റർ ഈസ് എ ഡ്രോയർ. ഡെപ്റ്റർ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. അതായത് നേരത്തെ കേസിൽ എ ആണ് എന്ത് ചെയ്യുക, പ്രോമിസറി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ആരാ ഉണ്ടാക്കുക, എ ഉണ്ടാക്കുക. പക്ഷെ പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്ന ആരാ, ബി. അതായത് ഞാൻ എക്ക് ഒരു മാസത്തിന് ശേഷം 1,00,000 രൂപ കൊടുക്കാൻ നമ്മൾ ബി എഴുതുമ്പോൾ അത് പ്രോമിസറി. The liability of a drawer arises only the acceptor does not pay. അതായത് ഡ്രോയർ എപ്പോഴാണ് അത്, ഇപ്പം ഇനി സപ്പോസ് ഡ്രോയി ബി പൈസ കൊടുത്തില്ലെങ്കിൽ അത് ആര് കൊടുക്കേണ്ടി വരും. സപ്പോസ് ഇങ്ങനെ നമ്മളത് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ ബി കൊടുത്തില്ലെങ്കിൽ അത് ആര് കൊടുക്കേണ്ടി വരും, എ കൊടുക്കും. ദ പ്രോമിസസ് ഹാസ് പ്രൈമറി ലയബിലിറ്റി ടു പേ. ഇവിടെ നോക്കണം, ആരാണ് ഉണ്ടാക്കിയത്, ആർക്ക് വേണ്ട പ്രൈമറി, ആദ്യം ഇതിന്റെ ലയബിലിറ്റി വരികയാണ്. ഡ്രോയർ ആൻഡ് പേ ആർ ജനറലി ദ സെയിം പാർട്ടീസ്. ഇവിടെ ഡ്രോയറും പേയും, പൈസ കൊടുക്കാനുള്ളതും ഡ്രോയറും അത് മേക്ക് ചെയ്യുന്ന ആൾ വരണ്ടായി സെയിം ആയിരിക്കും. ഓക്കെ,
acceptor and drawer are always same party. Drawer and payee are same party. ഇവിടെ drawing same party. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഓരോരോ ടേംസ് ആണ് നമ്മുടെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ഇറ്റ്സ് എ ടേം വിച്ച് പേയ്മെന്റ്സ് ഓഫ് ബിൽസ് ബിക്കം ഡ്യൂ. എന്നാണ് പൈസ കൊടുക്കുന്നത്? ഒരു മാസം കഴിഞ്ഞിട്ട് വെച്ചാൽ ഒരു മാസം കഴിയുന്ന ദിവസം ഉണ്ടാവില്ല, അതന്നെയാണ് ഡ്യൂ ഡേറ്റ്. ഡേയ്സ് ഓഫ് ഗെയിം ടു അസർട്ടൈൻ ദ പീരീഡ് ഓഫ് ബിൽ there is 3 extra, very important, 3 extra days are added which are called the days of day. അപ്പം നോക്കണം, സപ്പോസ് ശരിക്കും നമ്മൾ ലോ പറയുന്നുണ്ട് 3 ദിവസം അതിന് കൊടുക്കും. അതായത് 1 ജനുവരി ആണ് ശരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് വിചാരിക്കും. അതായത് അന്നാണ് എന്ത് ചെയ്യേണ്ടത്, പൈസ കൊടുക്കേണ്ടത്. പക്ഷെ 3 days കൂടെ ആഡ് ചെയ്തിട്ട് ശരിക്കും 4th ജനുവരിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. അപ്പം ഇവിടെ ഈ തരുന്ന ഈ ഒരു 3 days ഉണ്ടല്ലോ, അതൊരു ബെനിഫിറ്റ് ആയിട്ട് തരണം. ഡേയ്സ് ഓഫ് ഡേയ്സ് അഡീഷണൽ ഇപ്പോൾ 31st അല്ലെങ്കിൽ ഇപ്പോൾ 15th ജനുവരി ആണ് ഡ്യൂ ഡേറ്റ് എന്ന് വിചാരിക്കും. പ്ലസ് 3 days കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, എമൗണ്ട് കൊടുത്താൽ മതി. അതിന് പറയുന്നത് ഇത് നമ്മൾ ലോ അലോ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മെച്യൂരിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിൽ അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സർ പേബിൾ ഓൺ പ്രസന്റേഷൻ ഡ്രോയി ആർ നോൺ ആസ് ബിൽ അറ്റ് സൈറ്റ് ഓർ ഡിമാൻഡ്. എപ്പോഴാണ് ആവശ്യപ്പെടുന്നത്, ആ ബില്ല് എപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോൾ കൊടുക്കുന്നത്, അങ്ങനെയാണ് പറയുന്നത് ബിൽ അറ്റ് സൈറ്റ്. ബിൽ ആഫ്റ്റർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇത്ര വരും. ഈ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ, എന്താ ഡിസ്കൗണ്ടിങ്, പ്രോസസ് ഓഫ് റിസീവിംഗ് ബിൽ ആണ്. ഓക്കെ, ബിൽ ആഫ്റ്റർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റിനെ പറ്റിയിട്ടാണ്, ഇന്ന ഡേറ്റിന് ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയില്ലേ. Discounting of bill is process of receiving bill amount at the date earlier than due date from bank. ഇനി എന്താ ഡിസ്കൗണ്ട് is known as discounting bill. when a bill discounted the credit figures after discount. Okay, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ 1 ലക്ഷത്തിന്റെ നമ്മൾ നേരത്തെ ദിവസം എടുക്കാം, എയും ബിയും. അപ്പോൾ നമ്മുടെ ബില്ല് എഴുതില്ലേ, ഈ ബില്ല് ഏത് ബി അക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തു അയക്കും. ഇപ്പോൾ ഏടെ കയ്യിലാണ് ഈ ബില്ലുള്ളത്, ഇത് ഞാൻ ബാങ്ക് കൊണ്ടുപോയി ബാങ്ക് അപ്പം തന്നെ എനിക്ക് എന്ത് തരുന്നറിയോ, ഈ 1 ലക്ഷം തരും. ചിലപ്പോൾ ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആ ഇൻട്രസ്റ്റ് അവർ നിന്ന് പിടിക്കും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ 1 ലക്ഷം ബാക്കി എത്ര എമൗണ്ട് ഏകദേശം നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് വിചാരിച്ചു, ഇൻട്രസ്റ്റിനെ നെഗ്ലക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഈ 1 ലക്ഷം ബാങ്ക് നമുക്ക് ഇങ്ങനെ ഈ ചെയ്യുന്ന പ്രോസസ്സിന് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. അവിടെ ഡിസ്കൗണ്ടിങ് എന്ന് പറയാനുള്ള ഇതെന്താ വെച്ചാൽ അവിടെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടായിരിക്കും ബാങ്ക് നമുക്ക് പൈസ തരും. അതുകൊണ്ടാണ് ഡിസ്കൗണ്ട്. അവിടെ ചെറിയൊരു പൈസ നമുക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ 1 ലക്ഷത്തിന് 700 രൂപ 900 രൂപ എത്രയാണ് ഇൻട്രസ്റ്റ് അറിയിക്കും. എൻഡോഴ്സ്മെന്റ് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രോയർ എഴുതിയ ആള് മേ ട്രാൻസ്ഫർ ദ ബിൽ ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ ടു സെറ്റിൽ ദ ക്രെഡിറ്റ് അക്കൗണ്ട്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ഓണർ പുട്ടിംഗ് ദ സിഗ്നേച്ചർ ഓൺ ദ ഹോൾഡർ ആൻഡ് ബാക്ക് ഇൻസ്ട്രുമെന്റ് ഡെലിവറി. എന്താ എൻഡോസിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നേരത്തെ കേസ് ഒന്ന് എടുക്കാം. എന്ന് ബി പർച്ചേസ് ഒക്കെ നടത്തി, ബി എന്ത് ചെയ്തു, എക്ക് എൻഡോസ്. ബി ഈ എ എന്ന് പറഞ്ഞ ഇപ്പൊ ആരുടെ ബില്ലുള്ളത്, എയുടെ എടുത്താൽ ഈ എ എന്ന് പറയുന്ന ആള് 1 ലക്ഷം വേറെ സി എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുക്കാണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചാൽ ഈ അക്സെപ്റ്റ് ചെയ്ത് കിട്ടിയ ഈ ബില്ലുണ്ടല്ലോ, എ സിക്ക് കൊടുക്കും. അവണ്ടോ ഇത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ ബില്ലിന് ശരിക്കും 1 ലക്ഷത്തിന്റെ പൈസ പോലെ തന്നെ ഈ 1 ലക്ഷത്തിന്റെ ബില്ല് ഒരു സിക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഇതിനാണ് എൻഡോഴ്സ്മെന്റ് പറയുന്നത്. അപ്പോൾ അത് നോക്കി, അതിനാണ് എൻഡോഴ്സ്മെന്റ്. അതായത് വേറൊരു ലയബിലിറ്റി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബില്ല് കൊടുക്കും. പിന്നെ ടേംസ് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്രോൺ സർട്ടൈൻ പീരീഡ്, അതിനാണ് പറയുക സർട്ടൈൻ പീരീഡ്. 2 or months അല്ലെങ്കിൽ 3 months, 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കണം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ പേബിൾ അറ്റ് സൈറ്റ് എപ്പോഴാണോ പറയുന്നത്, അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എപ്പോഴാണോ, അല്ലെങ്കിൽ ഓൺ പ്രസന്റേഷൻ ആഫ്റ്റർ ഡേറ്റ്, അതായത് അല്ലെങ്കിൽ ബില്ല് പ്രസന്റ് ചെയ്തിട്ട് ഇത്ര ഡേയ്സ് കഴിഞ്ഞു. ഈ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പേയ്മെന്റ് വിൽ ഡ്യൂ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആഡിങ് ദ ഗ്രേസ്. അതായത് ഞാൻ പറഞ്ഞില്ല, അതാണ് ഇവിടെ നോക്കിക്കോ, ബില്ല് ഡ്രോൺ ഓൺ 1st January 2020 ഫോർ എ പീരീഡ് ഓഫ് 2 months. അങ്ങനെയാണെങ്കിൽ അതിന് എന്തായിരിക്കും 2 months പ്ലസ് 3 days. അതാണ് അതിന്റെ മെച്യൂരിറ്റി. മെച്യൂരിറ്റി അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കിട്ടും. ഓക്കെ, ഇപ്പൊ 2 months എന്ന് പറയുമ്പോൾ മാർച്ച് 1-ാം തീയതി, പിന്നെ ഒരു 3 മാസം മാർച്ച് 3-ാം തീയതി ആയിരിക്കും അതിന്റെ ലാസ്റ്റ്. ഇനി ഡിസോണർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസോണർ ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ ഡിസോണർ മീൻസ് ദ ബിൽ നോട്ട് പെയ്ഡ് ബൈ ഈ പൈസ തരാന്ന് പറഞ്ഞു, പൈസ കൊടുത്തില്ലെങ്കിൽ ഡിസോണർ ഓഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ചെക്കിന്റെ പൈസ എടുക്കും.
അടുത്ത നോട്ടറി പബ്ലിക്. നോട്ടറി പബ്ലിക് എന്താണ്? ഒരു ഓഫീസറാണ്. appointed by central or state government, exercise the power of functioning relating noting and protecting negotiable instrument. Noting authenticates the fact of dishonor. ഇങ്ങനെ ഡിസോണർ ആയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? ഒരു നോട്ടറി പബ്ലിക് കൊണ്ട് ഒരു നോട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഓഫീസറാണ് ഗവൺമെന്റിൽ IAS എന്ന് പറയുന്നത്, കലക്ടർ എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണ് നോട്ടറി പബ്ലിക്. ഇതുമായിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ ചെയ്യും. നോട്ടിംഗ് ചാർജസ്, അതിന് അയാൾ ഈടാക്കുന്ന ചാർജസ് ആണ്. പിന്നെ റിന്യൂവൽ ഓഫ് ബില്ല് എന്ന് പറയുന്നത് അക്സെപ്റ്റർ ഓഫ് ബിൽ നോട്ട് പൊസിഷൻ ടു മീറ്റ് ദ ബിൽ ഡ്യൂ ഡേറ്റ്. ഈ മേ ദ കൺസെന്റ് ഓഫ് ദ ഹോൾഡർ അക്സെപ്റ്റ് ബിൽ ഓഫ് പ്ലേസ് ദ ഹോൾഡ് ബിൽ ഈസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അയാൾക്ക് അന്ന് ആ പൈസ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആരാണ് ഡ്രോ ചെയ്ത ആള് അയാളോട് ഡിസ്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബില്ല് റിന്യൂ ചെയ്യാം. പുതിയ ബില്ലായിട്ട്. റിട്ടയർമെന്റ് ഓഫ് ബിൽ. when Roy pays the bill before the due date is called retirement. അപ്പോൾ നമുക്ക് 2 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. 1 മാസം കൊണ്ട് എൻ്റെ പൈസ ഫുള്ളാണ്, എന്നാൽ അതിൽ വല്ലതും ഉണ്ടോടാ? ഇല്ല, പൈസ ഫുള്ള് തന്നില്ല, എന്നുവെച്ചാൽ റിട്ടയർഡ് ആയി. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് റെക്കോർഡിംഗ് ഓഫ് ബിൽ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മുടെ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? ഓക്കെ, സോ നോക്കാം. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ ഇതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് അപ്പോൾ നോക്കടാ, റെക്കോർഡിംഗ് ഓഫ് ബിൽ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡിംഗ്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നത്, ജസ്റ്റ് അതിനൊന്നും ആവശ്യമില്ല. നോക്കിക്കോ, ഫസ്റ്റ് 2 ആൾക്കാരുണ്ടാകാം. അപ്പോൾ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിക്കും. നമുക്കിവിടെ രണ്ടാളുണ്ട്. എ എന്ന് പറയുന്ന ആള് ഗുഡ്സ് ആർക്ക് വിറ്റ്? ബിക്ക് വിറ്റ്. ബി എന്ന് പറയുന്ന ആള് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ആരാ ഡ്രോ ചെയ്യുക? എഴുതുക എ ആയിരിക്കും ഡ്രോ ചെയ്യുന്നത്. അതായത് ബി എനിക്ക് 1 ലക്ഷം രൂപ തരാണ്ടെന്നാണ്. അത് ഡ്രോയി ആർക്ക് എഴുതുന്നത്? ബിക്ക് എഴുതുന്നത്. അപ്പോൾ ഡ്രോയി ബി ആണ്. ഫെയർ ആരായും അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രോയി ബി ആണ്. അത് ആരാ അക്സെപ്റ്റ് ചെയ്യുക? ബി ആണ് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒന്ന് എഴുതി വിചാരിക്കും. ബുക്ക് ഓഫ് സെല്ലർ, ആരാണ് സെല് ചെയ്യുന്നത്? അതായത് ഇന്നത്തെ കേസിൽ അല്ലെങ്കിൽ ക്രെഡിറ്റർ അയാളാണ് കടത്തിന് എടുക്കുന്നത്. ഡ്രോയർ എന്ന് പറഞ്ഞാൽ എഴുതുന്നത് ഒരാൾ തന്നെ. ബുക്സ് ഓഫ് ബയ്യർ ആരാ? ബി. അപ്പോൾ ഇത് ബി ആകാം. അല്ലെങ്കിൽ ഡ്രോയിങ്, എൻ്റെ മറ്റൊരു പേരാണ് ഡ്രോയിങ്, അല്ലെങ്കിൽ അക്സെപ്റ്റർ, അല്ലെങ്കിൽ ഡെപ്റ്റർ ഒക്കെ പറഞ്ഞ ഒരാളാണ്. ഓക്കെ, ഇനി ഫോർ സെയിൽ ഗുഡ്സ് സെയിലിൻ്റെ എന്താ എൻട്രി വരിക? ബയ്യർ അക്കൗണ്ട് സെയിൽ കൂടി ബയ്യർ എന്ന് പറയുന്ന അസറ്റ് നമ്മളെ ഡെപ്റ്റർ ആണ് ആര്? പിറ്റാള്. അപ്പൊ അയാള് കൂടി, ബയ്യർ കൂടി. ഇനി ഫോർ ഡ്രോയിങ് റിസീവ് ബില്ല്, അയാൾ എന്ത് ചെയ്തു? ബില്ലായിട്ട് അയച്ചു. എങ്ങനെയാണെങ്കിൽ ബിൽ റിസീവബിൾ നമുക്ക് കിട്ടാനുള്ള പൈസ ആണെങ്കിൽ നമുക്കതൊരു അസറ്റ്. അതെന്താണ്? ബയ്യർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കൊടുക്കും. ഇനി അയാൾ 1 ലക്ഷം തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനൊരു ഇൻസ്ട്രുമെന്റ് ആയി. ഞാൻ ഇൻസ്ട്രുമെന്റ് ആരെ കയ്യിലാണ് അയാൾക്ക് കൊടുത്താൽ എൻഡോഴ്സ്മെന്റ് ഒക്കെ ചെയ്യണം. ഇനിയിപ്പോൾ തരണം എന്നുണ്ടെങ്കിൽ ഞാൻ മെച്യൂരിറ്റി തരുമ്പോഴേ തരണ്ടുള്ളൂ. അപ്പോൾ അത് ബില്ലിന്റെ എമൗണ്ട് ആയിട്ട് തരണം. ബയ്യറിന് പറയുന്നത് 1 ലക്ഷം തരാനില്ല. ഇനി എങ്ങനെയായിരിക്കും ആ ഡ്രോയുടെ, അതായത് ഇത് അക്സെപ്റ്റ് ചെയ്താലുണ്ടാവില്ല, അയാളെ ഇതിലെങ്ങനെയായിരിക്കും? പർച്ചേസ് ആയിരിക്കുമല്ലോ, ഒരാളുടെ സെയിൽ ആവും മറ്റുള്ള പർച്ചേസ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട്, സെല്ലർ അക്കൗണ്ട്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പെൻസ് കൂടി, സെല്ലർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കൂടി. ഫോർ അക്സെപ്റ്റിംഗ് ദ ബിൽ, അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? സെൽ അക്കൗണ്ട് ടു ബിൽസ് പേയബിൾ. കണ്ടോ, ഒരേ ബില്ലിന് ഒരാളുടെ ഇതിൽ പേയബിൾ ആണ്, ഒരാൾ കൊടുക്കേണ്ടതാണ്, മറ്റൊരാൾക്ക് ബിൽ റിസീവബിൾ ആയിട്ട് പൈസ കിട്ടാനുള്ളതാണ്. അപ്പോൾ ബിൽസ് പേയബിൾ ഇതാണ്. ഓക്കെ, ബിഫോർ മെച്യൂരിറ്റി ഇങ്ങനെ ഇത് ചെയ്യാം. ഹൗ മെനി റിട്ടേൺ ഓഫ് ബിൽ ഡേറ്റ് മെച്യൂരിറ്റി മെച്യൂരിറ്റി ബാങ്കിന് വേണമെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ, എൻഡോസ് ചെയ്യാന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ തുടങ്ങി. സോ എ ഫ്യൂ ഡേയ്സ് വി സെൻഡ് ഹിം ടു ബാങ്ക് ഫോർ ദ പർപ്പസ് ഓഫ് കളക്ഷൻ, അല്ലെങ്കിൽ കളക്ഷന് വേണ്ടിയിട്ടായിരിക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മതിയല്ലോ. വേണമെങ്കിൽ ഇയാൾക്ക് എന്നിട്ട് ഈ ബില്ല് കിട്ടിയതിന് ശേഷം ബാങ്ക് കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു കളക്ഷൻ വേണ്ടിയിട്ടായിരിക്കാം. മെച്യൂരിറ്റി ആകുമ്പോൾ പൈസ മേടിച്ച് പോക്കറ്റ് കിട്ടും, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ എൻഡോസ് ചെയ്യാം വേറെ ആൾക്ക്. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻസ് അല്ല, ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ബില്ല് റിട്ടൈൻഡ് ബൈ ദ ഡ്രോയർ എന്ത് ചെയ്തു? ആ ബില്ല് കഴിച്ചിട്ട് ചിൽ ദ മെച്യൂരിറ്റി, ആ മെച്യൂരിറ്റി എത്തണം എന്നാണോ 1 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് പേ ചെയ്തോന്നു. ഓക്കെ, പ്രസന്റ് ടു ഡ്രോയി അക്സെപ്റ്റഡ് ഓൺ ദ മെച്യൂരിറ്റി. അങ്ങനെ അയാളുടെ അടുത്ത് പ്രസന്റ് ചെയ്തു. ആരുടെ അടുത്ത്? ഡ്രോയർ. ആരാണ്? ബിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തു. ആര്? എ.
അപ്പൊ എന്ത് ചെയ്യും, ആ പൈസ ഇട്ട് കൊടുക്കും. അപ്പൊ എന്താ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ടു ബിൽ റിസീവബിൾ. 1,00,000 ബാങ്കിൽ ക്രെഡിറ്റ് ആവും. ആ ബിൽ റിസീവബിൾ പിന്നെ ഇല്ല, പിന്നെ ആ ബില്ല് കഴിഞ്ഞു. ജസ്റ്റ് ആ 1,00,000 തന്നാൽ പിന്നെ കീറി കളയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇനി ബിൽസ് ബുക്സ് ഓഫ് ഡ്രോയിലോ ബിൽസ് പേബിൾ ടു ബാങ്ക്. ബിൽസ് പേബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി കുറഞ്ഞു, പേബിൾ കൊടുക്കാണ്ടായിരുന്നെങ്കിൽ കൊടുക്കാൻ അത് കുറഞ്ഞു, ക്രെഡിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ എന്താ ലോണ് പോലെയല്ലടാ, അല്ലെങ്കിൽ അഡ്വാൻസ് പോലെയല്ല. ലോൺ അഡ്വാൻസ് ഒക്കെ സെയിം മീനിങ്. ഇപ്പൊ ലോൺ എന്താ കുറഞ്ഞു, അപ്പൊ കൊടുക്കാനുള്ള പൈസ കുറഞ്ഞു, ലാബിലിറ്റി കുറഞ്ഞു, ലാബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യാം ടു ബാങ്ക്. ബാങ്കിൽ 1,00,000 കൊടുക്കുമ്പോൾ ആ 1,00,000 പോകില്ലടാ, ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു എൻട്രി പറയാം. ഓൺ ഡിസ്കൗണ്ട് ബിൽ, ഇനി ഡിസ്കൗണ്ട് ചെയ്യണം. ദ റിസർവ് മേ ഗിവ് ദ ബിൽ ഡിസ്കൗണ്ട് ഫ്രം ദ ബാങ്ക് ആൻഡ് എനി ബിഫോർ ദ മെച്ചൂരിറ്റി. ഇയാൾക്ക് പെട്ടെന്ന് ഏക്കൊരു പെട്ടെന്നൊരു ആവശ്യമുണ്ട്, എന്തിന്, പൈസയുടെ ആവശ്യം വന്നപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി എന്താ പറയാ ഡിസ്കൗണ്ട് ചെയ്തു. അപ്പൊ എന്താ എൻട്രി വരിക, ഈ ഡ്രോയർ പറഞ്ഞാൽ പൈസ കിട്ടാനുള്ള എന്താ പറയാ, ബാങ്കില് ബാങ്ക് 1,00,000 വിചാരിച്ചു, 90,000 കൊടുത്ത് വിചാരിച്ചു, ബാങ്കിൽ 90,000. ഡിസ്കൗണ്ട് പറഞ്ഞാൽ 10,000. അതായത് ഇതിനൊരു ചെലവുണ്ട്. 1,00,000 റുപ്യ 1,00,000 റുപ്യന്റെ ബില്ല് ബാങ്ക് കൊണ്ടുപോയി 1,00,000 റുപ്യ തരില്ല. കാരണം അന്ന് ശരിക്കും അവർക്ക് ബാങ്കിൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അവിടെ തമ്മിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് അത്രയും നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. സപ്പോസ് 90,000, ഒരു എക്സാമ്പിൾ 1,00,000 റുപ്യന്റെ ബില്ല്, അത് 90,000 റുപ്യ ആകുമ്പോൾ കിട്ടി, 10,000 റുപ്യ ഡിസ്കൗണ്ട് ആയിരിക്കും. ബിൽസ് റീസിബിൾ എത്ര രൂപ കുറയും, 1,00,000 തന്നെ കുറയും. ഇതാണ് എന്റെ ഡ്രോയിന്റെ ഇതിൽ ഒരു എൻട്രിയും ബാക്കി ഉണ്ടാവും, കാരണം ഡിസ്കൗണ്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്തോളും, ഈ 10,000 റുപ്യ മെച്ചൂരിറ്റി 2 മാസം കഴിയില്ലേ, ഈ 1,00,000 ആര് പോയി കളക്ട് ചെയ്യും, ബാങ്ക് ഈ ഡ്രോയറൊക്കെ മറ്റാളത്തിന് പോയി പൈസ കൊടുക്കും. ഓക്കെ, പ്രസന്റ് ആക്സെപ്റ്റർ ഫോർ ദ പേയ്മെന്റ്. ഓക്കെ, ഇനി ബുക്സ് ഓഫ് ഡ്രോയർ നമുക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് മെച്ചൂരിറ്റി ആയി, അങ്ങനെ 2 മാസം കഴിഞ്ഞു. ഇപ്പൊ ബില്ല് ആരെടുത്ത് എടുക്കുന്നത്, ബാങ്കിന്റെ. അങ്ങനെ മെച്ചൂരിറ്റി ആയി കഴിഞ്ഞാൽ പ്രസന്റ് ചെയ്താലും ഡ്രോയറുടെ ഇതിൽ വല്ലതുണ്ടോ, ഇല്ല, അയാളുടെ അവിടെ തീർന്നു. ആ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നതോടുകൂടി അവിടെ തീർന്നു അയാളുടെ ലയബിലിറ്റി എല്ലാം. ഇനി അയാളുടെ മറ്റൊന്ന് ബുക്സ് ഓഫ് അക്സെപ്റ്റർ, ആ അക്സെപ്റ്റ് ചെയ്ത ആളുണ്ടല്ലോ ഡ്രോയി, ബി എന്തിനാ ഈ എൻട്രി പേഴ്സൺ ബാങ്ക്, അതെന്തിനാ, അപ്പൊ ആ 1,00,000 ആർക്ക് കൊടുത്താൽ മതി, ബാങ്ക് 1,00,000 ബാങ്ക്. ഇനി when the bills endorsed by receiver in favor of creditor, ഇനി വേറൊരാൾക്ക് ക്രെഡിറ്റ്, അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന ആള് ബി ബില്ല് കൊടുത്തതല്ലേ, ബി എ എന്ന് പറഞ്ഞ ആള് സി എന്ന് പറയുന്നത്, എ സിക്ക് 1,00,000 കൊടുക്കാണ്ടായിരുന്നു, സിക്ക് എ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ എ എന്ത് ചെയ്തു, ഈ ഒരു 1,00,000 കൊടുക്കാണ്ടായിരുന്നു, ആ 1,00,000 ഈ ബില്ല് നോക്കട്ടെ, ഇത് കൊണ്ടുപോയി ബില്ല് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, അപ്പൊ അതിന്റെ എൻട്രി എന്ത് വരിക, ക്രെഡിറ്റ് അക്കൗണ്ട് ആർക്കാണ് കൊടുത്തത്, സിക്കല് കൊടുത്തത്. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് തരാം സി ടു ബിൽസ് റിസീവബിൾ, ആ ബിൽസ് റിസീവബിൾ കുറയും, കാരണം ബിൽസ് റിസീവബിൾ അസറ്റ് അക്കൗണ്ട് അത്രയും കുറയും. ക്രെഡിറ്റർ നമ്മളെ കടക്കാരനാണ്, നമുക്ക് ആ ക്രെഡിറ്ററുടെ ഇത് കുറഞ്ഞില്ല, ഇനി അയാൾക്ക് 1,00,000 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, സിക്ക് 1,00,000 കൊടുക്കണം, ബില്ല് കൊടുത്ത് പിന്നെ സിക്ക് ഇനി 1,00,000 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പൊ അതാ പറയുന്നത് ബിൽസ് റിസീവബിൾ. നോ എൻട്രി ഇൻ ദ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ്. അതെ, മറ്റാള് ബി ആയിട്ട് വല്ലതും ബാധിക്കുന്നുണ്ടോ ഇങ്ങനെ കൊടുക്കുന്നത്, ബാധിക്കുന്നില്ല, സോ എൻട്രി എന്താണ്. ഇനി ബുക്സ് ഓഫ് ഓൺ ദ മെച്ചൂരിറ്റി the bill will be presented by the creditor. Creditor എന്ത് ചെയ്തു, bill present ചെയ്തു, or the acceptor for the payment the following entry will made. Bills payable, അയാൾ എന്ത് ചെയ്യും, ഈ സി എന്ന് പറയുന്നത് 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആര് പൈസ കൊടുക്കണം, ബി എന്ന് പറഞ്ഞ ആള് ആരെടുത്താണോ, സിയുടെ അടുത്തല്ല ഇപ്പൊ ബില്ലുള്ളത്, പൈസ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, ബിൽസ് പേബിൾ ടു ബാങ്ക്, അത് ആരുടെ എൻട്രി, അല്ലാതെ ഡ്രോയറുടെ ഇതിൽ പിന്നെ എൻട്രീസ് ഒന്നും വരും. ഓക്കെ, ഇനി when the bill sent to ബാങ്കിലോട്ട് സെൻഡ് ചെയ്തു ഫോർ ദ കളക്ഷൻ ഫോർ 2 days ഓഫ് മെച്ചൂരിറ്റി. ഈ മെച്ചൂരിറ്റിന്റെ മുമ്പ് എന്ത് ചെയ്തു, ബാങ്ക് കൊണ്ടുപോയി കൊടുത്തു, പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റർ അക്കൗണ്ടിൽ എന്താ വരാ, ബിൽ സെൻഡ് ഫോർ കളക്ഷൻ ടു ബിൽ റിസീവബിൾ, അങ്ങനെയാണ് എൻട്രി ഉണ്ടോ. ബിൽ സെൻഡ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിൾ കുറക്കണം, ഇനി ബിൽസ് റിസീവബിൾ ഇല്ലല്ലോ, കളക്ഷനും കിട്ടും, ഇപ്പൊ തന്നെ കളക്ട് ചെയ്ത് വരും, ബിൽസ് ഫോർ കളക്ഷൻ. എൻട്രി ഇൻ കേസ് ഓഫ് ബിയുടെ കേസിൽ ഡ്രോയറുടെ ഒന്നുമില്ല. ഫോർ കളക്ഷൻ ഓഫ് ബിൽ ബൈ ബാങ്ക്, എന്താ പറയുക, ബാങ്ക് അക്കൗണ്ട് സബ്ജക്ട് ടു ബിൽസ് ആൻഡ് ഫോർ കളക്ഷൻ. ഓക്കെ, പിന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ട് സബ്ജക്ട് ടു ബാങ്ക്. ഓക്കെ, അങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 1 ജസ്റ്റ് രവി സോൾഡ്
5000 റുപ്യയുടെ കൊടുത്തു ടു മോഹൻ ഓൺ ക്രെഡിറ്റ്. നോക്കിക്കോ, നമുക്ക് രവി ആർക്ക് വിറ്റു? മോഹനെ 5000 റുപ്യയുടെ സാധനം കടത്തില്ല. ഹി ഡ്രോ ആര്? രവി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ ദ സെയിം എമൗണ്ട് 5000 റുപ്യക്ക് എഴുതി. അപ്പോൾ മോഹൻ പേബിൾ ആഫ്റ്റർ 2 months 2 മാസത്തിന് ശേഷം മോഹന് രവിക്ക് ഇത് വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് എഴുതി. അതാണ് ആ ബില്ലാണ് ഈ ബില്ല്. ഓക്കെ, ആരെ എഴുതിയതാ? രവിക്ക് മോഹൻ എഴുതിയതാണ്. മോഹൻ അക്സെപ്റ്റഡ്, മോഹൻ അത് അക്സെപ്റ്റ് ചെയ്തു, സൈൻ ചെയ്തു. എന്നിട്ട് റിട്ടേൺ ടു രവി, രവിക്ക് തിരിച്ചു കൊടുത്തു. ഓൺ ദ ഡ്യൂ ഡേറ്റ് ബിൽ വാസ് പ്രസന്റ് ടു മോഹൻ ടു മീറ്റ് ദ സെയിം. എന്നിട്ട് അത് ആർക്ക് കൊടുത്തു? മോഹന് കൊടുത്തു. മോഹൻ ആ പൈസ കൊടുക്കുകയും ചെയ്തു. Pass the necessary journals in the book of Devi and Mohan under the following circumstances. താഴെ പറയുന്ന സർക്കംസ്റ്റാൻസ് മോഹനും രവിയുടെ ബുക്സിൽ നമ്മൾ എന്ത് എഴുതണം? എൻട്രീസ് എഴുതണം. When the bill was retained by Ravi till the date of maturity, രവി എന്ത് ചെയ്തു? മെച്യൂരിറ്റി വരെ അത് കയ്യിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? രവി മെച്യൂരിറ്റി പേയ്മെന്റ് തന്നപ്പോൾ മേടിച്ചു ചെയ്യുന്നു. അപ്പൊ എങ്ങനെ അതിന്റെ എൻട്രി ചെയ്താൽ പറ്റും? ഒന്നാമത്തെ കേസ് ഇതാരതാ? ഇത് ബുക്സ് ഓഫ് രവിയ. ഇത് രവിൻ്റെതാണ്. രവി എന്ന് പറഞ്ഞാൽ രവിയാണ് നമ്മുടെ സെല്ലർ. ഇവിടെ അപ്പോ ബുക്സ് ഓഫ് മോഹൻ. ഫസ്റ്റ് മോഹൻ അക്കൗണ്ട് മോഹൻ അക്കൗണ്ട് സെയിൽ 5000 സെയിൽസ്. ഇനി രണ്ടാമത്തെ എന്താ? ബിൽസ് റിസീവബിൾ. ബില്ല് എഴുതിയല്ലോ, അപ്പൊ ബിൽസ് റിസീവ്ഡ് മോഹൻ. ഇനി മോഹന് 5000 റുപ്യ തരാനില്ല. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ബിൽസ് റിസീവ്ഡ് മോഹൻ. ഓക്കെ, കറക്റ്റ് പൈസ തന്നു. അപ്പോൾ ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ 5000 റുപ്യ അത് തരും. ഈ 3 എൻട്രീസ് വരും. മനസ്സിലായോ? ഫസ്റ്റ് നോക്കിയാൽ സെയിലിന്റെ സമയത്ത് എന്ത് ചെയ്യും? മോഹൻ അക്കൗണ്ട് സെയിലിന്റെ സമയത്ത് സെയിൽ കൂടി മോഹൻ എന്ന് പറയുന്ന ഡെപ്റ്റർ കൂടി. ഇനി ആ മോഹന് ബിൽസ് റിസീവബിൾ തന്നു, അത് ബില്ല് തന്നു. ബിൽസ് റിസീവബിൾ കൂടി, ബില്ല് കൂടി ടു മോഹൻ. മോഹൻ എന്ന് പറയുന്ന അസറ്റ് ഇല്ല, ബിൽസ് റിസീവബിൾ അല്ല. പിന്നെ അത് കറക്റ്റ് ടൈം ആയപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ പൈസ തന്നു. അപ്പോൾ ബാങ്കിൽ പൈസ കൂടി, ബിൽസ് റിസീവബിൾ പൈസ. അതാണ് ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെഗ്മെന്റ് കഴിഞ്ഞു. രണ്ടാമത് ബിൽസ് രവി ഡിസ്കൗണ്ട് ആയിട്ട് ബില്ല് ഫ്രം ബാങ്ക് ഓൺ ദ സെയിം ഡേ. അന്ന് തന്നെ എന്ത് ചെയ്തു? കൊണ്ടുപോയി ബില്ല് എത്ര? 6% പറഞ്ഞാൽ അതിനെ ഡിസ്കൗണ്ട് ചെയ്തു. അതായത് അത്ര ഇൻട്രസ്റ്റ് ആർക്ക് കൊടുക്കേണ്ടി വരും? ബാങ്കിന് കൊടുക്കുന്നു. അപ്പൊ എങ്ങനെ നോക്കിയോ? ഇവിടെ നോക്കി ഒരൊറ്റ എൻട്രി ആയിരിക്കും കയറുള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഫസ്റ്റത്തേക്ക് ഉണ്ടോ? 1, 2 സെയിം എൻട്രി. ഇത് 1, 2 എന്താണ്? സെയിം എൻട്രി. മൂന്നാമത്താണ് ബാങ്ക് അക്കൗണ്ട് 4950. ഡിസ്കൗണ്ട് എത്ര? 50. അതെങ്ങനെ നോക്കുക തന്നു? അതായത് 5000 അല്ലട തന്നു. ഈ 5000ത്തിന്റെ 6% ആണ്. 6% ആണ് 6/100. 0 കട്ട് ചെയ്ത 6 × 50 6 × 50 3000. 6 × 5 30 300. അപ്പൊ 300 അല്ലേ ഉള്ളത്? 300 5000ത്തിന് മുകളിൽ. പക്ഷെ ഇത് പെർ ആനാണ്, ഒരു കൊല്ലത്തിന് 300. പക്ഷെ നമ്മളിവിടെ എത്ര മാസത്തിന് ഇതുള്ളൂ? 2 മാസം. 2/12 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 6 വരും. 300/6 പറഞ്ഞാൽ 50. അതായത് 50 രൂപയാണ് എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കാണിച്ചത്. മനസ്സിലായോ? പിന്നെ റിസീവബിൾ എത്ര കൊടുക്കണം? 5000 തന്നെ കൊടുക്കണം. പിന്നെ മുകേഷ് എന്ത് ചെയ്യും? മുകേഷ് പൈസ തരും 5000. ബിൽസ് റിസീവബിൾ എന്ത് ചെയ്യും? 5000. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ്. രവി എൻഡോഴ്സ്ഡ് ബിൽ ഇൻ ഫേവർ ഓഫ് മുകേഷ്. മുകേഷിന് കൊടുത്തു, വേറൊരാൾക്ക് കൊടുത്തു. അങ്ങനെയാണ് അതിന്റെ എൻട്രി എന്താ വരിക? മുകേഷിന് കൊടുക്കുമ്പോൾ എന്ത് വരും? മുകേഷ് ബിൽസ് റിസീവ്. ബിൽസ് റിസീവ് 5000 കുറയും, മുകേഷിനാണ് ക്രെഡിറ്റ് എന്ന് വരാം. When the Ravi sent the bill few days before maturity with bank collection. എന്നിട്ടാണ് ബാങ്ക് കളക്ഷൻ ചാർജസ് സെയിം എൻട്രി. എന്താ? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ 5000, ബിൽസ് റിസീവ് 5000. ഇതിന് മേടിച്ച് വന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഇനി മോഹൻ, അതായത് പർച്ചേസ് ചെയ്ത ആളുണ്ടാവില്ല, അയാളുടെ ബിൽ എൻട്രി വരാം. പർച്ചേസ് അക്കൗണ്ട് രവി. ഓക്കെ, അതുപോലെ തന്നെ രവി അക്കൗണ്ട് ബിൽ പേബിൾ, പൈസ കൊടുക്കുന്നു. പിന്നെ ബിൽ പേബിൾ ടു ബാങ്ക് അല്ലെങ്കിൽ ബിൽ പേബിൾ ടു ബാങ്ക്. ഓക്കെ, അപ്പൊ ഈ സെയിം എൻട്രി വരും. കൂടുതൽ ഡ്രോയറുടെ അതിലാണ് കൂടുതൽ എൻട്രീസ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ വരും. ഓക്കെ, പിന്നെ ഡിസോണർ ഓഫ് ബിൽ. ഡിസോണർ ഓഫ് പൈസ കൊടുക്കാതിരുന്ന
In the books of bill എന്ത് വരും? Drawee to bills receivable to cash. When the bill was retained by drawer under dishonored, then nothing noting charges are paid. Again, it's a drawee account to bill receivable to cash വരും. When the bill was endorsed and dishonored, the noting charges are paid വരും. And the drawee to endorsee വരും. ഞാനൊരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, TMA സെക്ഷൻ ആണ്, ജസ്റ്റ് കേട്ടിട്ടുണ്ട്. പിന്നെ വിൽസ് ഡിസ്കൗണ്ട് വേണ്ട ബാങ്ക് ഡിസ്കൗണ്ട് എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ വരിക, ഇതിൽ സെൻസ് കളക്ഷൻ ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ വരിക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ റിന്യൂവൽ ഓഫ് ബില്ല് എന്ന് പറഞ്ഞാൽ പഴയ ബില്ല് പകരം പുതിയ ബില്ല് കാണും, അതിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങൾ. നമുക്ക് ജസ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഓക്കെ, ഗുഡ്സ് സോൾഡ് ബി ഫോർ 10,000. എന്ത് ചെയ്തു? ബിക്ക് വിറ്റു 10,000 രൂപ. And draw a bill of change on the same of 3 months. Okay, 3 മാസത്തിന്. Before due date, we request to cancel the bill to accept 3 months of payment. Okay, 3,000 രൂപയുടെ ബില്ല് തരാണ്. ആൻഡ് ഡ്രൂ ദ ഫ്രഷ് ബിൽ 7,000. അപ്പോൾ ആദ്യം 16 രൂപേൻ്റെ ബില്ല് ഉണ്ടായിരുന്നു, പിന്നെ എന്ത് ചെയ്തു? ഇതിൽ 3,000 രൂപ കൊടുത്തു, ബാക്കി 7,200 ബില്ല് എഴുതാണ്. ഫോർ ദ ഫർദർ 2 months, 2 മാസം. ടു ബി ദ ഇൻട്രസ്റ്റ് ഓഫ് ദ എക്സ്റ്റൻഡ് പീരിയഡ്. 200 രൂപ എന്താ അതിൻ്റെ ഇൻട്രസ്റ്റ്. agreed to proposal and new bill discounted. A new bill is duly honored അങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വെച്ചാൽ എങ്ങനെയായിരുന്നു? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബി അക്കൗണ്ട് ടു സെയിൽസ് എത്ര? 16 രൂപ എടുക്കണം. പിന്നെ എന്ത് ബില്ല് കൊടുത്തു? ബിൽസ് റിസീവബിൾ ടു ബി എത്ര? 17. ഓക്കെ, പിന്നെ ബിൽസ് റിസീവ്ഡ് തന്നു, ബി എത്ര വരും? ബിൽസ് റിസീവ് ഒന്ന് ക്രെഡിറ്റ് ചെയ്തു, കാരണം ബിൽസ് റിസീവ് ഉണ്ടായിരുന്നു. ബി എന്താ പറഞ്ഞു? ബിൽസ് റിസീവ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ബി അക്കൗണ്ട് ടു ബിൽസ് റിസീവ് വരും. പിന്നെ ബാങ്കിൽ എത്ര കൊടുത്തു? 3,000 കൊടുത്തു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എത്ര വന്നു? 200 കൊടുത്തു. അപ്പോൾ ബി ടു ഇൻട്രസ്റ്റ് ഒക്കെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ഇല്ല. ഓക്കെ, പിന്നെ അവിടെ അടുത്തൊരു ബില്ല് എഴുതി, എത്ര? ബിൽസ് റിസീവബിൾ ടു ബി എത്ര? 7,200. ഓക്കെ, പിന്നെ കറക്റ്റ് ആയപ്പോൾ കൊടുത്ത് 7,200 വെറുതെ കൊടുക്കുകയും ചെയ്തു. അതാണ് ക്യാഷ് അക്കൗണ്ട് ബിൽഡ്. ഓക്കെ, തുടങ്ങിയ ട്രാൻസാക്ഷൻ ആണ്. ഇല്ലുസ്ട്രേഷൻ 3 ഒരു ഡെപ്തിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത്. പിന്നെ ഇൻസോൾവൻസി ഓഫ് അക്സെപ്റ്റർ. പിന്നെ അക്സെപ്റ്റ് ചെയ്ത ആൾ ബി എന്ന് പറയുന്നത്, ബി നമ്മളിങ്ങനെ ഗുഡ്സ് മേടിച്ച് ബില്ലൊക്കെ എഴുതി, അങ്ങനെ ഇൻസോൾവെന്റ് ആയാൽ എന്താ ചെയ്യാം? ഓക്കെ, ഇൻസോൾവെന്റ് ആയാൽ അത് ബാഡ് ആക്ട്സ് ആയിട്ട് വരും, പിന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ബാഡ് ആക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ്. ഓക്കെ, in the acceptor unable to meet liability, the court declares insolvent. Court and insolvent ആയി. In this case, the acceptor bankrupt, his bill payable are considered as dishonored. Any amount of insolvent personal property will debit to the cash account. The credit amount invalid. Account will be recovered. ഇപ്പോൾ നോക്കണേ, നമുക്ക് 1,00,000 തരാണ്ടെന്ന് വിചാരിച്ചു. 1,00,000 നമുക്ക് ബി തരാണ്ട്. ബിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, കുറച്ച് സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ട്. അതൊക്കെ വിറ്റിട്ട് ഒരു 50,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കും. എന്നുവെച്ചാൽ 50,000 നമ്മൾ ബാങ്ക് നമ്മൾ ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് 50,000 നമുക്ക് തരും, ബാക്കി 50,000 ഉള്ളു പിന്നെ അവൻ തരില്ല, പിന്നെ ബാങ്ക്രപ്റ്റ് ആയിട്ട് പോകും. ഓക്കെ, അതിൻ്റെ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ അതിനെന്താ വെച്ചാൽ ബാങ്ക്രപ്റ്റ് ആയിട്ട് പോകാൻ അതിന് ബാഡ് അപ്റ്റ് എന്നാണ്. നമുക്ക് കിട്ടാത്ത പൈസ, നമുക്ക് തരാനുള്ളത് തരാത്ത പൈസക്ക് ബാങ്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതാ പറയുന്നത്. ഇതിൻ്റെ ബുക്സ് ഓഫ് ഡ്രോയർ എങ്ങനെ വരിക? ഡ്രോയി ടു ബിൽസ് റിസീവബിൾ, ക്യാൻസലേഷൻ ഓഫ് ബില്ല്. ആദ്യം ബിൽസ് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഡ്രോയി ടു ബിൽസ് റിസീവ് തന്നെ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് നമ്മൾ ബി എമൗണ്ട് റിസീവ് എമൗണ്ട് ഓഫ് റിട്ടേൺ ഓഫ്. അപ്പോൾ ക്യാഷ് ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടും, ആ ക്യാഷാണ് ബ്രദർ ഉണ്ട്. ചിലപ്പോൾ ഇതിലാച്ചപ്പോൾ 50,000, പിന്നെ ബാഡ് എക്സ് ഇവിടെ 50,000, ഡ്രോയി എത്ര? 1,00,000. ആ ഡ്രോയിന് ഫുള്ളായിട്ട് പിന്നെ ക്രെഡിറ്റർ ആയിട്ട് വെച്ചിട്ട് കാര്യമില്ല, അയാൾ ബാക്കപ്പ് ആയിരിക്കും. ബുക്സ് ഓഫ് ബിൽസ് പേയബിൾ 1,00,000 1,00,000 തന്നെ കാണിക്കും. ഡ്രോയർ ടു ക്യാഷ് ഡെഫിഷ്യൻസി നമുക്ക് 50,000, ക്യാഷ് 50,000. ഈ ബാഡ് അപ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഡെഫിഷ്യൻസി, കാരണം കൊടുക്കാനല്ല, അത് അക്കൗണ്ട് ക്ലോസ് ചെയ്യണ്ട പിന്നീട് തന്നെ. ഇല്ലസ്ട്രേഷൻ 4 എന്ന് പറയുന്നത് ഇതിന്റെ ബേസിസ് ഉള്ളത്. അതുപോലെ തന്നെ റിട്ടേൺ ആൻഡ് റിബേറ്റ്. സംടൈംസ് അക്സെപ്റ്റർ പേ ദ എമൗണ്ട് ഓഫ് ഹിസ് ബിൽ പേയബിൾ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ബിഫോർ ദ ഡ്യൂ ഡേറ്റ് കൊടുക്കുക, നമ്മൾ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, the payment of bill accepted the holder due is known as retiring of bill. അതിനാണ് റിട്ടേണിംഗ് ഓഫ് ബില്ല്. പിന്നെ എൻട്രി ആണ് വരുന്നത് ക്യാഷ് വന്നിട്ടുണ്ടാവും, റിബേറ്റ്. അപ്പോൾ പറയാം നമുക്ക് ഒരു ഡിസ്കൗണ്ട്. ഇപ്പോൾ 1,00,000 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 99,000 വരും, അതിൽ 1,00,000 ഉറുപ്പിക വരും, അല്ല 1,000 ഉറുപ്പിക എന്ത് വരും? റിബേറ്റ്, ഡിസ്കൗണ്ട് കൊടുക്കണം. ഡിസ്കൗണ്ട് ബിൽസ് റിസീവബിൾ എത്ര കുറയും? 1,00,000. പിന്നെ ബിൽസ് പേയബിൾ ആണെന്നുണ്ടെങ്കിലോ
ബിൽ സ്റ്റേബിളും അതുപോലെ തന്നെ ഇവിടെ ബിൽ സ്റ്റേബിൾ 1,00,000, ക്യാഷ് എത്ര 99,000, ഇത് ഡേറ്റ് 1000, അങ്ങനെ 1,00,000. ഈ 1000 എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ ഇവിടെ എക്സ്പെൻസ് ആണ്, ഇത് എ ആണ്, ഇത് ബി. ബിക്ക് ഇവിടെ ഈ റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം ആണ്. അതുകൊണ്ട് ഒരു ക്രെഡിറ്റ് ചെയ്തത് നമ്മൾ ഡെബിറ്റ് ചെയ്തു. മനസ്സിലാവുന്നു? ഇതിനാണ് റിട്ടയറിംഗ് ഓഫ് എന്താ പറയുക ബിൽ അണ്ടർ റിബേറ്റ്. അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇല്ലുസ്ട്രേഷനോട് കൂടെ ഈ ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് എല്ലാത്തിനും ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മേബി ഒരു MCQ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിനി ഒരു TMA സെക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഗ്ലോബലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾ ജസ്റ്റ് അത് എഴുതിയാൽ മാത്രം മതി. അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പർലി സബ്മിറ്റ് കാര്യങ്ങളൊക്കെ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഉണ്ട്. അടുത്ത ചാപ്റ്റർ നമ്മുടെ എക്സാമിനുള്ളതാണ്. എക്സാം സെക്ഷനാണ് എറർ ആൻഡ് ദെയർ റെക്ടിഫിക്കേഷൻ. എറേഴ്സ് സംഭവിച്ചാൽ എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ശരിയാക്കി ഇതാക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ബിക്കോസ് ഓഫ് ദ എക്സാമിനുള്ളതാണ്. മറ്റൊരു എക്സാമിനില്ലാത്ത ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ സ്പീഡ് പോയത് കാരണം എല്ലാ കാര്യങ്ങളും സെറ്റാക്കേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരു ഐഡിയ തന്നാൽ മതി. എങ്കിൽ കൂടെ ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്. ഇനി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂം ആയിട്ട്. സോ അപ്പോൾ അടുത്തൊരു സെക്ഷനിൽ നമ്മൾ 12th ചാപ്റ്റർ. അപ്പോൾ അതുവരേക്കും